കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് കുറച്ച് റൂൾസ് പഠിക്കാണ്ട് ഇന്റീജേഴ്സിന്. ഓക്കെ, സോ റൈറ്റ് ഡൗൺ. ഓക്കെ, റൈറ്റ് ഡൗൺ റൂൾസ് ഓഫ് ഇന്റീജേഴ്സ്. റൂൾസ് ഓഫ് ഇന്റീജേഴ്സ്. നമുക്ക് 4 റൂൾ പഠിക്കാണ്ട്. Okay, we have 4 rules to learn from the chapter integers. The first rule we are going to learn is ഒരു പോസിറ്റീവ് നമ്പർ പ്ലസ് another പോസിറ്റീവ് നമ്പർ എന്താണ്? ആഡ് ആൻഡ് പുട്ട് സെയിം സൈൻ എന്ന് വെച്ചാൽ അതും പോസിറ്റീവ് ആണ്. ഓക്കെ, a positive number plus another positive number is always a positive number. അപ്പൊ നിങ്ങൾ പറയും, സാറേ എനിക്കിതൊക്കെ അറിയാം. ഓക്കെ, എനിക്കറിയാം, ഇത് എല്ലാവർക്കും അറിയാമെന്ന്. കാരണം ഒരു എക്സാമ്പിൾ കാണിക്കാം. ഐ എം ഗോയിങ് ടു ഷോ ആൻ എക്സാമ്പിൾ. 1 + 5 = 6 അല്ലെ? 1 + 5 = 6. 1 + 5 = 6. അപ്പോൾ ഹിയർ, ഓക്കെ, അപ്പോൾ ഹിയർ ഇറ്റ്സ് ബേസിക്കലി a positive 1 added to a positive 5. So what is happening here? Positive 1 added to positive 5. അങ്ങനെയാണ് നമുക്ക് positive 6 വരുന്നത്. Okay, positive 1 added to another positive 5, you get positive 6. ഇനി another example I can take. 5 + 9 = 14. 5 + 9 14 ആണ്. അവിടെ എന്താ പറ്റുന്ന കുട്ടികളെ? A positive 5 is added to another positive 9 to get positive 14. So what all you can see here, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസറും പോസിറ്റീവ് ആണ്. ഓക്കെ, വാട്ട് ഓൾ യു ക്യാൻ സീ ഹിയർ, a positive 1 added to a positive 5 will get you positive 6. ഇനി വേറെ എക്സാമ്പിൾ. 6 + 9 = 15. 6 + 9 = 15 പറഞ്ഞാൽ എന്താണ് മക്കളെ? It is actually positive 6ഉം positive 9ഉം ആഡ് ചെയ്യുമ്പോഴാണ് positive 15 കിട്ടുന്നത്. ഓക്കെ, സോ ഹിയർ how do we get positive 15? ഒരു പോസിറ്റീവ് നമ്പറും വേറെ ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ അതിന്റെ ആൻസറും എപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, I repeat once again. Positive 6 + positive 9 = positive 5, positive 15. അപ്പൊ നിങ്ങൾ പറയണ്ടാവും, സാർ ഇതൊക്കെ എനിക്കറിയാം. I know you all know this. ഇതാണ് ഫസ്റ്റ് റൂൾ. ഓക്കെ, ഫസ്റ്റ് റൂൾ ഞാൻ നോട്ട്സ് വാട്സാപ്പ് വഴി ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. ഡു നോട്ട് വറി. ഓക്കെ, സോ ഹിയർ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂൾ. ഒരു പോസിറ്റീവ് നമ്പറും വേറൊരു മോനെ അഭിറാം ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാവോ മോനെ? ഓക്കെ, താങ്ക് യു അഭിറാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇവിടെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ. ഇനി the second, I always tell my students, the sound ഒക്കെ ഓക്കെ അല്ലേ? സൗണ്ട് ഒക്കെ ഓക്കെ ആണല്ലേ? am I audible? ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ കേട്ടോ. ഒരു തംസ് അപ്പ് ഇടാവോ ഓഡിബിൾ ആണെങ്കിൽ? യെസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞങ്ങൾ ബേസിക്കലി ഞങ്ങളുടെ അക്കാഡമിയിൽ ഓക്കെ എല്ലാ വർഷം നമുക്ക് 100% സ്റ്റുഡൻസ് മാർക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കുവൈറ്റ് ടോപ്പ് അല്ലെങ്കിൽ ഗൾഫ് ടോപ്പ് നമ്മൾ ബാച്ച് നിന്നായിരുന്നു കഴിഞ്ഞ വർഷം. ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. നമ്മളുടെ വി ഹാവ് 99% ത്രൂ ഔട്ട് ഇയർ. നമുക്കൊരു 90+ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു 70-80% 90+ സ്റ്റുഡൻസ് ആണ്. എല്ലാ വർഷം നമുക്ക് 5 or 6 100% സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. സോ ഐ എം വെൽക്കമിങ് യു ടു ദാറ്റ് പ്ലാറ്റ്ഫോം. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് പോലും ആ ഒരു മോട്ടിവേഷനാണ്. എനിക്ക് ഇവിടെ വരുന്ന കുട്ടികൾ നമുക്ക് പല ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, മിസ്റ്റേക്സ് ഓൾവേസ് ഹാപ്പൻ. മിസ്റ്റേക്സ് ഉണ്ടാക്കണം, എല്ലാവരും മിസ്റ്റേക്സ് ഉണ്ടാക്കണം. മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതും എസ്പെഷ്യലി മാത്തമാറ്റിക്സിൽ മിസ്റ്റേക്സ് ഇല്ലാണ്ട് ഒരാളും പഠിക്കത്തില്ല. ഓക്കെ, സോ ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഇനി ഇവിടെ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ പ്ലസ് വേറൊരു നെഗറ്റീവ് നമ്പർ എന്താണ് ഒന്ന് ഓർത്ത് നോക്കിയേ. പണ്ട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചത് മറ്റേ പഠിക്കത്തിൽ പറയില്ലേ, ഭൂമിയിലെ സ്പന്ദനം കണക്കിലാന്ന്. ഏകദേശം അതേ തന്നെ. ഓക്കെ, നെഗറ്റീവ് നമ്പർ പ്ലസ് അനദർ നെഗറ്റീവ് നമ്പർ, വാട്ട് ഇസ് ഇറ്റ്? എന്താ റൂൾ? എന്താ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. ഏതാണ് മക്കളെ സെയിം സൈൻ? ആ സെയിം സൈൻ ആണ് നെഗറ്റീവ്. ഇതാണ് നമ്മളെ സെക്കൻഡ് റൂൾ. ഓക്കെ, ദാറ്റ് ഈസ് അവർ സെക്കൻഡ് റൂൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇത് തന്നെയല്ല രണ്ട് സ്ഥലത്ത് എഴുതിക്കണേ, സെയിം റീസൺ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഫ്രം ദർ ഇറ്റ്സെൽഫ് യു ക്യാൻ സ്റ്റഡി ഈസിലി. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ
പോസിറ്റീവ് സൈൻ ആണ്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും നെഗറ്റീവ് സൈൻ ആണ്. മനസ്സിലായോ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. ഒരു പോസിറ്റീവ് പ്ലസ് വേറൊരു പോസിറ്റീവ്, യു ഹാവ് പോസിറ്റീവ്. ഒരു നെഗറ്റീവ് പ്ലസ് വേറൊരു നെഗറ്റീവും നമുക്ക് നെഗറ്റീവ് ആണ്. അപ്പോൾ ഹിയർ വാട്ട് യു ഹാവ് ടു നോ ഇസ് when you add same signs, when you add same signs, ഇവിടെ നോക്കിയ ആഡ് അല്ലേ, നമ്മൾ ആരെ ആഡ് ചെയ്യണേ? സെയിം സൈൻസ്. രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും നമ്മൾ ഇവിടെ ആഡ് ചെയ്യണേ. when you add two positive signs or when you add two negative signs, what is the rule? മാത്തമാറ്റിക്സ് ഞാൻ പറയുന്നു, മാത്തമാറ്റിക്സിൽ ഈ രണ്ട് റൂൾ ഇല്ലെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് പാസ് ആവാൻ ഭയങ്കര 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 ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സും രണ്ട് നെഗറ്റീവ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ വാട്ട് ഇസ് ദ റീസൺ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിനൊന്നും ലീവ് ചെയ്യണ്ട. ഓക്കെ, ഇത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് കഴിഞ്ഞാൽ അഡീഷൻ കഴിഞ്ഞു, നെഗറ്റീവ് പഠിപ്പിക്കുന്നു, നെഗറ്റീവ് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഡിവിഷനും പഠിപ്പിക്കുന്നു. ഓക്കെ, ഇനി എല്ലാവർക്കും മാത്സ് നോട്ടും പേനും കയ്യിലില്ലേ? എഴുതിയെടുക്കാം കേട്ടോ. ഇവിടെ ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. -1 plus -5. വാട്ട് ഈസ് -1 plus -5? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് -1 plus -5? In the rule, what is the rule? The rule is to add and put the same sign. അല്ലേ? റൂൾ എന്താ? add and put the same sign. ആഡ് ചെയ്യുമ്പോൾ എന്താ? what do you get when you add 1 ഉം 5 ഉം ആഡ് ചെയ്യുമ്പോൾ എന്താ? 1 plus 5 എന്താ? 6 അല്ലേ? so you have 6. ആരോ പറഞ്ഞു സാറേ സാറിന്റെ ടാബില് ചാർജ് കുറവാ, ഞാൻ ചാർജ് ചെയ്യാം. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, സോ -1 plus -5 എത്രയാ മക്കളെ? എത്രയാ? 6 ആണോ? ഞാൻ എഴുതി കറക്റ്റ് ആണോ? did I write the same? ഇല്ല. -1 plus -5. ഓ, ഞാൻ മറന്നുപോയി. എന്തായിരുന്നു? -6. എക്സാക്ട്ലി. ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. ഇനി ഇപ്പൊ ഇപ്പോൾ അടുത്ത റീസൺ, അടുത്ത ക്വസ്റ്റ്യൻ. -7 plus -2. -7 plus -2 എന്താ? എന്താ? ആഡ് ചെയ്യാം. ആഡ് ദം ബോത്ത്. 7 plus 2 what you have? 9. സെയിം സൈൻ എന്താ? -9 അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും സാറ് എങ്ങനെയാ -9 വന്നേ? നോക്കിയേ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ്. when you have two negative numbers, how will you solve it? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ 7 plus 2 ആദ്യം ചെയ്യാം. വാട്ട് ഈസ് 7 plus 2? 9. സെയിം സൈൻ എന്താ? നെഗറ്റീവ്. ദാറ്റ് നെഗറ്റീവ് യു ജസ്റ്റ് നീഡ് ടു പുട്ട് ഇറ്റ് ദർ. ഓക്കെ, ഇനി ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി -3 plus -5. -3 plus -5 എന്താ? വാട്ട് ഈസ് -3 plus -5? ആഡ് ചെയ്യൂ മക്കളെ, ആഡ് ചെയ്യൂ. 3 in my mind, 5 in my hand. After 3, 4, 5, 6, 7, 8. നിങ്ങൾ LKG പിള്ളേരല്ലെന്ന് അറിയാം, എന്നാലും ഞാൻ കാണിച്ചു തന്നാ കേട്ടോ. 3 plus 5, 8. വാട്ട് ഈസ് ദ സെയിം സൈൻ? നമുക്ക് ഏത് സെയിം സൈൻ ഉള്ളത്? യെസ്, എക്സാക്ട്ലി, നെഗറ്റീവ്. യു സെഡ് ദ കറക്റ്റ് ആൻസർ. ഇനി -7 plus -11. -7 plus -11 എത്രയാ? ആഡ് ചെയ്തോ. ആഫ്റ്റർ 11, 12, 13, 14, 15, 16, 17, 18. 18 ആണ് അല്ലേ? സെയിം സൈൻ എന്താ? നോക്കിയേ എങ്ങനെയാ? നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ്. ഉറങ്ങുണ്ടോ ആരെങ്കിലും? ഉറങ്ങണ്ട. ഓക്കെ, നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. അപ്പോൾ സെയിം സൈൻ എന്താ കുട്ടികളെ? ഇറ്റ് ഈസ് -18. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഞാനൊരു 5 minutes തരും. ഒന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുമോ? വെറുതെ ഇരിക്കല്ലേ, കാരണം ഈ ക്ലാസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, നിങ്ങൾക്ക് മാത്സിൽ നല്ല മാർക്ക് മേടിക്കാൻ, നല്ല മാർക്ക് പറഞ്ഞാൽ 10-20% അല്ല, ഒരു 80% മുകളിലും ഹൈ ചാൻസ് ഉണ്ട്. എപ്പോഴാണ് ഹൈ ചാൻസ് പറഞ്ഞാൽ? നിങ്ങൾക്ക് ബേസിക്സ് അറിയുമെങ്കിൽ. ഇഫ് യു നോ ദ ബേസിക്സ്, I always tell my students, if you know the basics, maths is done. Maths is great. Okay. Any solve. First question. -7 plus -10. ഒന്ന് ചെയ്തേ.
Second, minus 15 plus minus 3. Third, minus 18 plus minus 14. Fourth, minus 17 plus minus 13. Fifth, minus 11 plus minus 5. Sixth, minus 6 plus minus 7. Seventh, minus 8 plus minus 10. Eighth, minus 4 plus minus 3. Ninth, minus 4 plus minus 10. 10th question, minus 11 plus minus 3. 11th question, minus 14 plus minus 3. 12th, minus 3 plus minus 7. 13th, minus 14th, minus 8 plus minus 9. Then you have 15th question. ഒന്ന് സോൾവ് ചെയ്യാം. ട്രൈ. ഐ ഓൾവേസ് ഞാൻ പിന്നെയും പറയണം, മാത്തമാറ്റിക്സ് എഴുതി തന്നെ പഠിക്കണം. മാത്സ് എഴുതി പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല കുട്ടികളെ. നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ മാത്സ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഐ കാൺ ഹെൽപ്പ് യു. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ എൻ്റെ കൂടെ, ഇറ്റ്സ് എ ജേർണി വിത്ത് മീ. നമ്മളൊരു ട്രെയിനിലാണ്, നമ്മളെല്ലാവരും ഒരു ട്രെയിനിലാണ്. മാത്സ് പഠിക്കേണ്ട ഒരു ട്രെയിനിലാണ്. അപ്പൊ ട്രെയിൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 7:30 ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇനിയുള്ള ഒരു 10 ദിവസം ആ ട്രെയിൻ ഒരു 6 സ്റ്റോപ്പുകൾ പോകും. ഏതൊക്കെയാ? ഇൻഡിജേഴ്സ്, ഓൾജിബ്ര, എക്സ്പോൺസ് ആൻഡ് പവേഴ്സ്, മെൻസുറേഷൻ, പിന്നെന്താ ജോമെട്രി, പിന്നെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. ഈ 6 സ്റ്റോപ്പിലും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ആ ജേർണി കംപ്ലീറ്റ് ആണ്. ഓക്കെ, 6 സ്റ്റോപ്പുകളിലും നിങ്ങൾ ഇപ്പൊ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ ജേർണി ഈസ് കംപ്ലീറ്റ്. മാക്സിമം സോർട്ട് ഔട്ട് ആണ്. അപ്പൊ ഒരു 10 ദിവസം നമ്മൾ 6 ചാപ്റ്റർ പഠിക്കണേ. 10 ദിവസം 6 ചാപ്റ്റർ നമ്മൾ ബേസിക്സ് പഠിക്കണേ. ഈ 6 ചാപ്റ്റർ ബേസിക്സ് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കേണ്ട മാത്സ് എളുപ്പ. ഞാൻ എഴുതി ഒപ്പ് മനു ശങ്കർ ... ഓക്കെ, അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് സോൾവ് ചെയ്ത ആവട്ടെ. ചാർജർ ഐപാഡിന്റെ വെള്ള അത് വയറുണ്ട്. മക്കളെ നിങ്ങൾ ക്ലാസ് ഒന്നും ലീവ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ട്രെയിനിലാണ്. ഇറ്റ്സ് എ ജേർണി. വേറൊരു വയറായിട്ട് ഗ്രേ വയർ, ഒരു ജേർണിയാണ്. അപ്പൊ 10 ദിവസം നമ്മൾ 6 സ്റ്റോപ്പുകളിലാണ് പോണേ. 6 റെയിൽവേ സ്റ്റേഷനിൽ കയറും, 6 ചാപ്റ്റേഴ്സ് പഠിക്കും. അങ്ങനെയാണെങ്കിൽ മാത്സ് എന്ന് പറയുന്ന ജേർണി ഇറ്റ്സ് കംപ്ലീറ്റ് ആണ്. അതിലെ ഫസ്റ്റ് ജേർണി നമ്മൾ ഇൻഡിജേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് പെട്ടെന്ന് സോൾവ് ചെയ്തേ. ടപ്പ് എന്റെ ഐപാഡിലെ ടാബിലെ ചാർജ് കുറവാണ്. അപ്പൊ ഞാൻ ചാർജ് കുത്തട്ടെ കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ ആരാണ്. ബേസിക്കലി സ്പേസ് അക്കാഡമി എൻ്റെ ആണ്. ഓക്കെ, ഞാൻ മാത്സ് ടീച്ചറാണ്. അപ്പൊ ഒരു പാഷനേറ്റ് മാത്സ് ടീച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങളായിരിക്കും സാറ് മാത്സ് ടീച്ചർ അല്ലേ, പിന്നെ എന്തിനാ ഞങ്ങളൊക്കെ വിളിച്ച് ക്ലാസ് ജോയിൻ ചെയ്യിപ്പിച്ച? എൻ്റെ ഉദ്ദേശം സിമ്പിളാണ്, മാത്സിലൂടെ വളരും. അതായത് നിങ്ങളിപ്പോ കൂടുതലും ആൾക്കാർക്ക് +2 കഴിഞ്ഞാൽ IT ജോലിയാണ് വേണ്ടത് അല്ലെ. IT ജോലിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ശമ്പളം കിട്ടും, പെട്ടെന്ന് ഉയർന്നു പോവാം, നല്ല സാലറി ആണ്, നമുക്ക് പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ആവാൻ പറ്റും. അപ്പൊ ഒരു IT ജോലിക്ക് വേണ്ട മാനദണ്ഡം എന്താ? +1ലും +2ലും മാത്സ് എടുക്കണം അല്ലേ. ഞാൻ IT പാലക്കാടാണ് ബേസിക്കലി വരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കാണുന്നുണ്ട്, അതായത് മാത്സിലൂടെയാണ് ഇവിടെ എല്ലാവരും വന്നേക്കുന്നത് IT ജോലി കിട്ടിയത്. അപ്പൊ IT ജോലിക്ക് വേണ്ടത് എന്താണ്? +1ലും +2ലും മാത്സ് എടുക്കണം. മാത്സ് എടുക്കണമെങ്കിൽ നമുക്ക് ബേസ് 10ാം ക്ലാസ് നല്ല മാർക്ക് വേണം. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻഡിജേഴ്സ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ മാത്സ് പഠിച്ചിട്ട് എന്താ ഗുണം ലൈഫില്? മാത്സ് പഠിച്ച പല ഗുണങ്ങളുണ്ട്. നിങ്ങൾ ബാങ്കിൽ കുറച്ച് പൈസ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടില്ലേ? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പറയേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫോർമുല ഉണ്ടല്ലേ? ആ ഫോർമുല, ഓക്കെ ശരി, ഫോർമുല ഉണ്ട്, ഞാൻ സമ്മതിച്ചു.
ആ ഫോമുല മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയും ഇൻഡിജേഴ്സ് അല്ലേ. അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ കടക്കാരൻ പറ്റിക്കാണോ അല്ലെന്ന് എങ്ങനെ മനസ്സിലാവുക? അവിടെയും മാത്സ് അറിയണം, കമ്പാരിസൺ അറിയണം അല്ലേ. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം കുട്ടികളെ. എല്ലാ ചാപ്റ്റേഴ്സിലും ഈ 6 ചാപ്റ്റേഴ്സ് നമുക്ക് ആവശ്യം. ഏതൊക്കെയാണ്? ഇൻഡിജേഴ്സ്, ഓൾജിബ്ര, മെൻസുറേഷൻ, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, ഏതായിരുന്നു ഞാൻ മറന്നു, ജോമെട്രി അല്ലേ. അപ്പോൾ പിന്നെ ഏതാ? സിമ്പിൾ ഇക്വേഷൻ. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാം പഠിപ്പിച്ചുതരാം കേട്ടോ. അപ്പൊ എന്റെ കൂടെ ആ യാത്രയിൽ നിങ്ങൾ എല്ലാം വന്നാൽ മതി. ഓക്കെ. ഇന്നിപ്പോ ഞാൻ വീഡിയോ ഒന്നും ഓൺ ആക്കിയില്ല. അടുത്ത ക്ലാസ് നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആവില്ലേ. അപ്പൊ നമുക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് നമുക്ക് സംസാരിച്ച് പഠിക്കാം. മാത്സ് എളുപ്പം കേട്ടോ. ഇത് പെട്ടെന്ന് സോൾവ് ചെയ്തേ. സൗണ്ട് കൂട്ടണോ? ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് കൂട്ടി ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഹലോ ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് ഓക്കെ ആണോ? മൈക്ക് ടെസ്റ്റിംഗ് ഓക്കെ ആണോ? ഇപ്പൊ ഓഡിയബിൾ ഓക്കെ ആണോ? അങ്ങനെ തംസ് അപ്പ് വിട്ടോളൂ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് ഓക്കെ ആണോ? ഒരു തംസ് അപ്പ് വിടാവോ ഓക്കെ ആണെങ്കിൽ? ഓക്കെ ഓക്കെ. എല്ലാവരും സോൾവ് ചെയ്തു. ഓക്കെ ഓക്കെ, എല്ലാവരും സോൾവ് ചെയ്തു. അപ്പോൾ കേൾക്കാല്ലാത്തോട് ഞാൻ മൈക്ക് ഇപ്പോൾ അടുത്ത പ്രശ്നിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ -7 + -10 ആദ്യത്തെ ക്വസ്റ്റ്യൻ. -7 + -10 നോക്കാം. -7 + -10 എന്താ റൂള്? നമ്മൾ പഠിച്ച റൂൾ എന്താ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ അല്ലേ. എന്ത് റൂളാ പഠിച്ചത് നമ്മൾ? ആഡ് ആൻഡ് പുട്ട് ദ പുട്ടും മീൻകറിയല്ല. ഓക്കെ. ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. കുറച്ച് ചളിയൊക്കെ ഉണ്ടാവും, കുറച്ച് സഹിക്കേണ്ടി വരും കേട്ടോ. കുഴപ്പമൊന്നുമല്ലോ. ഓക്കെ. ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. 7 + 10 എത്രയാ? 17. സെയിം സൈൻ എത്രയാ മക്കളെ? മൈനസ്. -15 + -3 എത്രയാ? -15 + -3 -18 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 18 -18. ഇനി -18 + -14 എത്രയാ? ആഡ് ചെയ്യാം. 18 + 14. 8 4s are 32. 350. മൾട്ടിപ്ലിക്കേഷൻ അല്ലോ. സാറിന് തെറ്റി. 8 + 4 12. അപ്പൊ എത്രയാ? 1 + 1 + 1 3. അപ്പൊ 32 വരും. -32. സാറ് ഭയങ്കര ഇംഗ്ലീഷ് ആണെന്നോ? ആരത്? ഭയങ്കര ഇംഗ്ലീഷ് ഒന്നല്ല. ഓക്കെ. കുറച്ച് ഇംഗ്ലീഷ് അറിയാം, ബാക്കി നിങ്ങൾ പഠിപ്പിച്ചു തരണം കേട്ടോ എന്നെ. ഓക്കെ. സോ ഇനെന്താ? -17 + -13 എത്രയാ മക്കളെ? 17 + 13 എത്രയാ? 7 10 1 30. 30 ഇട്ടു. പിന്നെന്താ കിട്ടുക? സെയിം സൈൻ മൈനസ്. ഇനി 11 -11 + -5. -11 + -5 എന്താ? -16. ഇനി -6 + -7 എത്രയാ? 13 അല്ലെ. സെയിം സൈൻ എത്രയാ? -13. ഇനി -8 + -6 പതുക്കെ പോവാനോ? പതുക്കെ പോണെങ്കിൽ പോവാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് പതുക്കെ പഠിപ്പിക്കാം കേട്ടോ. സാറ് പതുക്കെ പഠിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞേക്കുന്നു. അപ്പൊ ഞാൻ പതുക്കെ പഠിപ്പിക്കാം. ഓക്കെ, ശരി. -8 + -10 എത്രയാ? -8 + -10. 8 + 10 എത്രയാ? 18. സെയിം സൈൻ എത്രയാ? പറയേ പോരട്ടെ. എത്രയാ? മൈനസ്. സോ -18. ഇനി -4 + -3. -4 + -3 എത്രയാ? സെയിം സൈൻ എത്രയാ? -7. ഇനി -4 + -10. -4 + -10 എത്രയാ? -14. ഇനി ഇതെത്രയാ? -11 + -3. -11 + -3 എത്രയാ? അതും -14 അല്ലേ? -14. ഇനി -14 + -3 എത്രയാ? -14 + -3 പറയും. ഉറങ്ങുകയാണോ എല്ലാവരും? എത്രയാ -14 + -3? -17. എക്സാക്ട്ലി -17. ഇനി
-3 + -7 എത്രയാ? -3 + -7 എത്രയാ മക്കളെ? അത് -10. ഇനി അടുത്ത് -3 + -4 എത്രയാ? -7. ഇനി അടുത്ത് -8 + -9 എത്രയാ? -17. പിന്നെ ഇത് ലാസ്റ്റ് -10 + -10 എത്രയാ? -20. സാറേ എനിക്ക് ഒരു കുട്ടി മെസ്സേജ് അയച്ചു, സാറേ എനിക്ക് ഇൻഡിജേഴ്സ് വേണ്ട, എനിക്ക് സിംപ്ലിഫിക്കേഷൻ മതി. സിംപ്ലിഫിക്കേഷൻ പഠിപ്പിക്കും, ഒന്നും പേടിക്കണ്ട, എല്ലാ ചാപ്റ്ററും പഠിപ്പിക്കും. എൻ്റെ കൂടെ ഈ 10 ദിവസം 7 തൊട്ട് 8 വരെ വന്നാൽ മതി, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. ഈ നോട്ട്സ് ഞാൻ PDF ആയിട്ട് വാട്സാപ്പിൽ, അത് കളയല്ലേ, ലൈഫ് ലോങ് ആവശ്യമില്ല, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ പഠിച്ച സമ്മറി എന്തൊക്കെ പഠിച്ചത്? ഒരു പോസിറ്റീവ് നമ്പറും വേറൊരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടും. ഒരു നെഗറ്റീവും വേറൊരു നെഗറ്റീവും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും. ഫുൾ മാർക്സ് ഉണ്ടോ? ചോദിക്കാൻ വിട്ടത്, സോറി സാറേ എനിക്ക് ഫുൾ മാർക്സ് കിട്ടിയെന്നോ കാര്യം. ഓക്കെ, ഫുൾ മാർക്സ് ഉണ്ടോ? തംസ് അപ്പ്. ഫുൾ മാർക്സ് ആണോ? ഓക്കെ. ഇനി അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ചത് അല്ലെ? ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. മൾട്ടിപ്ലിക്കേഷൻ മുന്നേ ഞാൻ കാര്യം പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ മുന്നേ ഇവിടെ നോക്ക്, ലിസൺ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്, ലിസൺ. എനി നെഗറ്റീവ് സൈൻ can be expanded as plus minus form. Very important. ഏതൊരു നെഗറ്റീവ് നമ്പറിന് എനി, ഒരു മിനിറ്റ് നോട്ട്. ഓക്കെ, any negative sign can be expressed as plus minus form. എങ്ങനെയാണെന്ന് അറിയാം? എക്സാമ്പിൾ, -5 please listen here everyone. -5 -3. -5 -3 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 -3 എനിക്ക്, listen, what we have to look at is ഇതാണ്, ഈ -3 ആണ് പ്രോബ്ലം. നെഗറ്റീവ് ഈസ് എ ഡബിൾ. ഐ ഓൾവേസ് ടെൽ മൈ സ്റ്റുഡൻസ്, നെഗറ്റീവ് ഈസ് എ ഡബിൾ. അപ്പൊ ഡബിളിനെ സൂക്ഷിക്കുക. അപ്പൊ ഇവിടെ ആരും ഡബിൾ ആയിട്ട് ഇരിക്കുന്നത് നെഗറ്റീവ് ആണ് അല്ലേ? ഈ നെഗറ്റീവ് ആണ് നമുക്ക് ഡബിൾ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് സൈൻ നമുക്ക് ഡബിളിനെ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ആക്കണം അല്ലേ? ഡബിളിനെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്, ഡബിളിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആ ഡബിൾ ഒരു പൊട്ട മനുഷ്യൻ നമ്മളെ അടുത്തേക്ക് വന്നു, നമ്മൾ എന്താ ചെയ്യുക? പൊട്ടയെ മാറോ? ഇല്ല, അവനെ പോസിറ്റീവ് ആക്കാൻ നോക്കത്തില്ലേ? അതേപോലെ -5 ഈ നെഗറ്റീവിനെ എനിക്ക് പ്ലസ് മൈനസ് ആക്കാൻ പറ്റും. പ്ലസ് മൈനസ് കണ്ടോ? ആ -3നെ എനിക്ക് എങ്ങനെ എഴുതാം? പ്ലസ് മൈനസ് ആക്കി എഴുതാൻ പറ്റും. മനസ്സിലാവുണ്ടോ? സാർ ഇടയ്ക്ക് സ്റ്റക്കാവുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഓക്കെ അല്ലേ? ഹലോ കേൾക്കാമോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. മനസ്സിലാവേണ്ട കുട്ടികളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തംസ് അപ്പ് ഇടാവോ? മനസ്സിലാവുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇടും. മനസ്സിലാവണില്ല? യെസ്, തംസ് അപ്പ്. ഒരാളല്ലോ, റിഫയ്ക്ക് മാത്രം മനസ്സിലാവുള്ളൂ, ഷിബയ്ക്ക് മനസ്സിലാണ്. ഗുഡ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അതാണ്. താങ്ക് യു. ഓക്കെ, അടുത്ത ക്ലാസ് തൊട്ട് ഓഡിയോ ഓൺ ആക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് ക്ലാസ് ആയിക്കൊണ്ടാ. ഓക്കെ, സോ ഇവിടെ ഞാൻ പതുക്കെ പഠിപ്പിക്കുള്ളൂ. ലിസൺ. ഇവിടെ ലിസൺ ഹിയർ. എനിക്കറിയാം നിങ്ങൾക്ക് വിഷമൊക്കെ ഉണ്ട്, എനിക്കും നല്ല വിഷമുണ്ട്. പക്ഷെ പഠിച്ചല്ലേ പറ്റൂ. പഠിച്ച മാത്രം കുട്ടികളെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, പഠിക്കണം. പഠിക്കാണ്ട് ഒരു രക്ഷയില്ല. പഠിച്ചു കഴിഞ്ഞാലേ ഈ ഒരു യുഗത്തിൽ
പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നാട്ടിൽ നല്ല ജോലി കിട്ടത്തുള്ളൂ, നാട്ടിൽ നല്ല വിലയുള്ളൂ. ഓക്കെ, ആസ് എൻ നിങ്ങളുടെ ടീച്ചറായിട്ട് ഞാൻ പറയണം, അല്ലെങ്കിൽ ബ്രദറായിട്ട് ഞാൻ പറയാണ്, പഠിക്കണം. കളിക്കുന്ന സമയം കളിച്ചോ, ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിം കളിച്ചോ, പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇരുന്ന് പഠിക്കണം കേട്ടോ. ഉപദേശം ഇഷ്ടമല്ലെന്നറിയാം, എന്നാലും ഞാൻ പറയാം. ഓക്കെ, സോ -5 + -3 എന്താ നമ്മൾ പഠിച്ചേ? രണ്ട് നെഗറ്റീവ് സൈൻ ഒരുമിച്ച് വന്നാൽ അവിടെ ആഡ് ആൻഡ് പുട്ട് സെയിം സൈൻ. അപ്പൊ ഒന്ന് നോക്കിയേ, -8 ആണോ? ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ തരാം. -7 -5. വാട്ട് ഈസ് -7 -5? ഇവിടെ നെഗറ്റീവ് ഡബിളാണ്. ആ നെഗറ്റീവ് ഡബിളെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? -7 എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? +-5. -7 + -5 എത്ര മക്കളെ? -7 + -5. -7 + -5 അതായത് -12 അല്ലേ? ആഡ് ആൻഡ് പുട്ട് സെയിം സൈൻ അല്ലേ? ഓക്കെ, ഇത് പലർക്കും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലാവണേ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, -14 -3 ഒന്ന് ചെയ്തേ. -14 -3 ഈ എക്സാമ്പിൾ മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 14 + 3 എത്ര കുട്ടികളെ? 14 + 3 എത്രയാ? 17 അല്ലേ? ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കണേ? ഇവിടെ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, അതുകൊണ്ട് ഇതും പോസിറ്റീവായി അല്ലേ? അതേപോലെ ഇപ്പൊ നമുക്കൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഞാൻ അഡീഷണൽ പറയുന്നത്, നമുക്കൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ -14 -3 നമുക്ക് എങ്ങനെ? ഷഹദ ശ്രദ്ധിക്കുക, ഞാൻ പറയാം. -14 -3 നമുക്ക് എങ്ങനെ വരും? -14 +- അതായത് ഈ ഒരു നെഗറ്റീവ് സൈൻ ഞാൻ എക്സ്പ്രസ് എങ്ങനെയാ? +- ഫോം അല്ലേ? ഈ ഒരു നെഗറ്റീവ് സൈൻ ഞാൻ എക്സ്പ്രസ് ചെയ്ത് +- ഫോം. അപ്പോൾ എന്ത് വരും? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. കണ്ടോ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ? വാട്ട് ഇസ് റൂൾ? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ്, ഷഹദ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ അല്ലേ മോളെ? അപ്പോൾ എന്ത് വരും? 17 വരും. എന്താ മോളെ സെയിം സൈൻ? -17. ഓക്കെ, ഓക്കെ, -17. ഓക്കെ, ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. ഓക്കെ, സോൾവ്. തന്നെ ചെയ്യാം മക്കളെ, തന്നെ ചെയ്യാം. മാത്സ് തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. മനു സാറൊന്നും വിളിക്കണ്ട, ചേട്ടൊന്ന് വിളിച്ചാൽ മതി. ഓക്കെ, എത്ര പ്രായമില്ല, നമുക്ക് ഒരേ ക്ലാസ്സിലല്ലേ, ഒരേ ക്ലാസ്സിലാകുമ്പോൾ എല്ലാവരും പഠിക്കണേ. ഓക്കെ, സോൾവ് ചെയ്തേ. ആരും ക്ലാസ്സിനെ പോലെ ഡു നോട്ട് ലീവ് ഫ്രം ദി ക്ലാസ്. എട്ടാം ക്ലാസ്സിലെ ക്ലാസ്സിൽ പോകും. എന്താണ് 8:30 എടുക്കാൻ പറ്റുമോ? ഒരു മണിക്കൂർ 9:30 വരെ. ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ശരിയാവും, ശരിയാവും.
ഓക്കെ കഴിഞ്ഞോ? മൈക്ക് ടെസ്റ്റിംഗ് കഴിഞ്ഞോ? അപ്പൊ ഇവിടെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എന്നറിയോ? പ്ലീസ് വീഡിയോ ക്യാമറ ഓഫ് എല്ലാവരും പ്ലീസ് കൈൻഡ്ലി പ്ലീസ് ടേൺ ഓഫ് വീഡിയോ ക്യാമറ. ഓക്കെ, നല്ല കുട്ടികളല്ലേ? ഓക്കെ, എക്സാക്ട്ലി. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കുക. ഐ റിപ്പീറ്റ്, ഇമ്പോർട്ടൻറ്റ് കോഡ് റെഡ് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? മൈനസ് ഉണ്ട്, കണ്ടോ? എല്ലാവിടെയും മൈനസ് ഉണ്ട്. അഡീഷന്റെ കേസ് കേട്ടോ, എല്ലാവിടെയും മൈനസ് ഉണ്ട് അല്ലെ? സോ ഈ മൈനസ് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാം? ഹൗ ഡു വി ഡീൽ വിത്ത് ദിസ് മൈനസ്? പ്ലസ് മൈനസ് ഫോം. യു ക്യാൻ എക്സ്പ്രസ് എനി നെഗറ്റീവ് ആസ് പ്ലസ് minus form. I repeat everyone. Listen here. Any negative number can be expressed as plus minus form. ഒരു 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ ഈ ചാപ്റ്റർ ആണ് മാത്സിലെ ഏറ്റവും ബേസിക് ഈ ചാപ്റ്റർ ആണ്. ഇത് അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -14. -3 നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് -13 എഴുതിക്കളെ. -14 പ്ലസ് -13. അപ്പൊ എത്ര മക്കളെ? 14 പ്ലസ് 13 എത്ര? എനിക്കറിയാം, നിങ്ങൾക്കറിയോ? 14 പ്ലസ് 13 7, 27 -27. ഓക്കെ, ഇനി -17 -8 എനിക്ക് എഴുതാം. -17 -8 എനിക്ക് പ്ലസ് -8 ആക്കി കൂടെ. I can write as plus -8. So that is equal to -25. ഇനി ഏതാ? -14 -10 ഒക്കെ എങ്ങനെ എഴുതാം മക്കളെ? പ്ലസ് -10 ആക്കി കൂടെ. പ്ലസ് -10 എത്രയാ മക്കളെ? എത്രയാ? എത്രയാ? എന്താരും ഒന്നും മിണ്ടാതത്? ഞാൻ എന്താ പോഹയാണോ? -24 isn't it? -24. ഇനി -18 -9 എത്രയാ? -18 -9 exactly. So -18 -9 I can express as plus -9. So that is -27. ഓക്കെ അല്ലേ? ഇനി അടുത്ത് -17 -3 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -17 plus -3. So that is equals -20. -14 -9 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? That is equal to -14 plus -9. സാറ് പുലിയാണെന്നോ? ഞാൻ പുലിയൊന്നല്ല, ഞാൻ മനുഷ്യനാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -23. ഇനി സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -18 -9 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -18 -9 എനിക്ക് പ്ലസ് -9 എത്ര മക്കളെ? -27. ഇനി -17 -4 ഒക്കെ എഴുതാൻ പറ്റും. -17 -4 എനിക്ക് പ്ലസ് -4 ആക്കി കൂടെ. പ്ലസ് -4 ദാറ്റ് ഈസ് -21. ഇനി -10 -5 എങ്ങനെ എഴുതാം? -10 -5 പ്ലസ് -5 ഈക്വൽസ് -25. ഞാൻ എവിടെയും തെറ്റിക്കഴിഞ്ഞാൽ ലെറ്റ് മീ നോ. ഓക്കെ, എല്ലാവരും ആൻസർ ഉണ്ട്. -17 -15 -17 ഒക്കെ എവിടുന്നാ -17 ഒക്കെ? ഓക്കെ, ഇനി -8 -9 എങ്ങനെയാ? -8 -9 -8 -9 എങ്ങനെയാ? പ്ലസ് -9 -17. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ഇൻഡിജേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷൻ ടൂൾ. നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇനി വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ പോണോ? 9 തെറ്റിന്നോ? ഓ മൈ ഗോഡ്, അതെ 9 തെറ്റാ. ശരി, തെറ്റാ. ഞാൻ നിങ്ങൾക്ക് അറിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കണ്ട കേട്ടോ, തെറ്റിക്കണ്ട. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു, സാറേ 9 തെറ്റി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ 9 തെറ്റാ. അപ്പൊ നിങ്ങൾ സാറ് മണ്ടനാണോ? അല്ല. ഓക്കെ, സാർ ഒരു മണ്ടനല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ പ്ലീസ്. ഓക്കെ, -15. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ക്ലാസ് ആണ് അല്ലേ? നിങ്ങളുടെ ക്ലാസ് ആണ്. ഞാൻ ഇനി സെയിം കുറച്ചുകൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണോ? അത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകണോ?
You can say. നിങ്ങളൊക്കെ ചാറ്റിങ്ങിന് പോലെ നിങ്ങളാണ് ചാറ്റിങ്ങിന് പോലെ. ഓക്കെ, സോ ഷുഡ് ഐ മൂവ് ടു മൾട്ടിപ്ലിക്കേഷൻ ഓർ ഷുഡ് ഐ കണ്ടിന്യൂ വിത്ത് ദി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻസ്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ. മൾട്ടിപ്ലിക്കേഷനിൽ പോകുന്നോ അതോ അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണോ? എന്താ ചെയ്യണ്ടേ പറയൂ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്ക് ഇപ്പൊ ചെയ്ത പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യണോ? ഇറ്റ്സ് ഓൾ അപ് ടു യു. എങ്ങനെയാണ് മൾട്ടിപ്പിളിൽ പോകണം അല്ലേ? അഡീഷൻ സബ്ട്രാക്ഷൻ മതി. അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്കൊരു കാര്യം ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ നാളെ പഠിക്കാം. വിൽ ലേൺ ദ മൾട്ടിപ്ലിക്കേഷൻ ടുമോറോ. നമുക്ക് ഇന്ന് അഡീഷൻ സബ്ട്രാക്ഷൻ തറവാക്കിയതോ? ഓക്കെ, നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻ ഓഫ് ഇൻഡീസ് നമുക്ക് തറവാക്കാം. പ്ലീസ് ടേൺ ഓഫ് യു ക്യാമറ പ്ലീസ്. ഏത് ആരാ? ഷഹദ. അഡിക്ഷൻ അല്ല, അഡീഷൻ. ADDITION. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണല്ലോ കുഞ്ഞെ. ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിക്കണോ? ഓക്കെ, സോ solve the following. സാറേ പോർഷൻ തീരുമെന്നോ? ഒന്നും പേടിക്കണ്ട, ഞാൻ വൃത്തിക്ക് പഠിപ്പിച്ചു തരും. അത് മക്കള് വീട്ടിൽ പോയിട്ട് ചെയ്താൽ മാത്രം മതി. വൃത്തിക്ക് ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. ഡു നോട്ട് വെറി ഇൻ ദാറ്റ്. എന്റെ ജോലി പഠിപ്പിക്കുക, മക്കളുടെ ജോലി പഠിക്കുക. ഓക്കെ, പക്ക. സോൾവ് ചെയ്യും. -7 plus -3 plus -4. Second, -17 plus -13 plus -8. Third, -7 plus -10 plus -4. Fourth, -3 plus -7 -8. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ നോക്കിയേ മക്കളെ നോക്കിയേ. ഈ മൈനസിലേക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ മൈനസ് എനിക്ക് -3 plus -7 പ്ലസ് മൈനസ് ഷഹദ മോളെ തോന്നുന്നു എനിക്ക് മുമ്പ് ഡൗട്ട് വെച്ചാൽ പ്ലസ് -8. അങ്ങനെ സോൾവ് ചെയ്യണം കേട്ടോ. അങ്ങനെ തന്നെ സോൾവ് ചെയ്യണം. ഇനി ചെയ്യാലോ. ഫിഫ്ത് -14 പ്ലസ് -3 പ്ലസ് -9. സിക്സ്ത് -8 പ്ലസ് -3 -7. സെവൻത് -3 -7 -10. എയ്റ്റ് -4 -9 -3. 9 -10 -5 -4. 1 2 3 4 5 6 7 8 9. Yeah. -3 -9 -7. 11th one -15 -8 -9. 12th one ഞാൻ ഒന്നുകൂടി പറയുന്നു. ഡു നോട്ട് ലീവ് ഫ്രം ദ ക്ലാസ്. നഷ്ടം നിങ്ങൾക്കാണ്. ഓക്കെ, ഞാൻ വൃത്തിക്ക് പഠിപ്പിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി മക്കളെ. ഓക്കെ, ഒരു ചേട്ടനാണ് പറഞ്ഞു തരുന്നത്. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി -7 -3 -4. 13 -8 -9 -10. സാറേ മടിയാവണമെന്നോ? കള്ള മടിക്കല്ലേ ശ്രദ്ധിച്ച്. 14 -7 -8 -3. ഞാൻ ഒന്നുകൂടി പറയാം, തെറ്റിക്കും. നിങ്ങൾ എല്ലാവരും തെറ്റിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റൻ തെറ്റിച്ചില്ലേ? തെറ്റിക്കണം, എല്ലാവരും തെറ്റിക്കണം. എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പഠിപ്പിച്ചു തരാൻ ഞാനും ഉണ്ട്. ഓക്കെ, 15th -4 -3 -10. ഇതൊന്ന് പെട്ടെന്ന് സോൾവ് ദീസ് ക്വസ്റ്റൻസ്. പഠിച്ചേ പറ്റൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ്. ഒരു ഇമ്പോർട്ടന്റ് മാർക്ക് കിട്ടും. ഇമ്പോർട്ടന്റ് വെരി 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 ഇമ്പോർട്ടന്റ് കേട്ടോ. തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. ഇപ്പൊ എത്രയായി സമയം? 8:15. ഞാനൊരു 3 മിനിറ്റ് തരാം. 8:18 വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് സോൾവ് ചെയ്ത മക്കള്. വോയിസ് ക്ലിയർ അല്ല അല്ലേ? വോയിസ് ക്ലിയർ അല്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ റെഡിയാക്കി തരാം. നാളെ വോയിസിന് പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ,
ഒന്ന് സോൾവ് ചെയ്ത് മക്കളൊന്ന് സോൾവ് ചെയ്ത. ഒരു ബുക്ക് വേണം, ഒരു പാനും വേണം കേട്ടോ. ഒരു കാര്യം, ഇതൊന്നും സ്കൂളിൽ പഠിപ്പിച്ചില്ല, ഇതൊന്നും സ്കൂളിൽ പഠിപ്പിച്ച് തരുന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോർഷനാണ്. ടീച്ചേഴ്സിനൊന്നും മെനക്കെടാൻ വയ്യ, ടീച്ചേഴ്സിനൊന്നും ടെൻഷൻ എടുക്കാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. പഠിക്കാം നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ എൻ്റെ ഒപ്പം നിങ്ങളും വേണം. ഓക്കെ, അന്നേ മാത്രം നമുക്ക് എല്ലാവർക്കും ഇതിൽ ബെനിഫിറ്റ് ആവുള്ളൂ. ഈ 10 ദിവസം നമ്മൾ 6 ചാപ്റ്റർ പഠിക്കും. 6 ചാപ്റ്റർ, 6 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. വോയിസ് ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി ക്യാൻ സോൾവ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലിസൺ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? എല്ലാം നെഗറ്റീവ് ആണ്. കണ്ടോ, എല്ലാം നെഗറ്റീവ് ആണ്. വി ആർ ആഡിങ് നെഗറ്റീവ് സൈൻ അല്ലേ? എല്ലാം നെഗറ്റീവ് ആണ്. എവറിത്തിങ് ഇസ് നെഗറ്റീവ് and we are adding the negative sign. I tell you once again, listen everyone, my dear kids, എല്ലാം നെഗറ്റീവ് ആണ് അല്ലേ? എന്നിട്ട് അതൊരു ആഡ് ചെയ്യണം. when you add negative numbers, what is the rule? add and put the same sign അല്ലേ? add and put the same sign. അപ്പൊ ഇവിടെ നമുക്ക് എന്താ 7 ആഡ് ചെയ്യണം. 7, 3 and 4. what is being added? 7, 3 and 4. what is 7 plus 3 plus 4? 7 plus 3, 10. 10 plus 4, you have 14, isn't it? And the same sign is negative 14. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈനസ് മൈനസ് മൈനസ്, എല്ലാം മൈനസ് ആണ്. പക്ഷെ നമ്മൾ ആരെ ആഡ് ചെയ്യണേ? നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റൂൾ എന്താ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ. ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ മീൻസ് വാട്ട്? ഒരേ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ആ സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എന്താ വരിക? 17 പ്ലസ് 13, 30. 30 പ്ലസ് 8, 38. അപ്പൊ 38ഉം 38ന്റെ സൈൻ എന്താ? മൈനസ്. അപ്പൊ മൈനസ് 38. ഇനി ഇപ്പോൾ now what is the third question? what we have to do in the third question? The third question also, what is being happening here? മൈനസ് മൈനസ് മൈനസ്, നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ആവാണ് അല്ലെ? എന്താ മക്കളെ, എന്താ നടക്കണേ? നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ഓക്കെ 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 ഓക്കെ. 7th ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല മക്കളെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ, 3 നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ? അവരെ നമ്മൾ ആഡ് ചെയ്യണം. 3 നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ് അല്ലെ? 3 നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 7, 21. 21 സെയിം സൈൻ എത്ര മക്കളെ? നെഗറ്റീവ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, -3 പ്ലസ് -7 പ്ലസ് -8. -3 പ്ലസ് -7 പ്ലസ് -8 എത്ര മക്കളെ? എത്രയാണ് വരുന്നത്? 10 -18. ഓക്കെ, നോ അടുത്ത ക്വസ്റ്റ്യൻ, -14 പ്ലസ് -3 പ്ലസ് -9. -14 പ്ലസ് -3 പ്ലസ് -9. അപ്പൊ എത്ര വരിക? 3 നമ്പേഴ്സിന് ആഡ് ചെയ്തേ 14, 3യും. ഞാൻ ഒന്നുകൂടി പറയുന്നു, പഠിക്കാൻ താല്പര്യമുള്ള മക്കൾ മാത്രം ഇരുന്നാൽ മതി, കാരണം അവർക്ക് ഉപകാരപ്പെടരുത്. ഓക്കെ, സോ 14 പ്ലസ് 3 എത്രയാ? 17. 17 പ്ലസ് 9 എത്രയാ? 26. അപ്പൊ 26ഉം ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്.
ആറാമത്തെ ക്വസ്റ്റ്യൻ 8 -8 plus -3 -7. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം മക്കളെ. -8 plus -3 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -8 plus -3 -11. ഇനി ഈ -7 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -7 എനിക്ക് +-7 എഴുതിക്കൂടെ? -7 ഐ ക്യാൻ റൈറ്റ് +-7. അല്ലെ ഞാൻ എപ്പോഴും പറഞ്ഞു നെഗറ്റീവ് ഡബിളാ. അപ്പൊ ഡബിൾ ആയ നെഗറ്റീവ് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ +- ഫോം ആക്കും. ഡബിൾ ആയ നെഗറ്റീവ് നമ്മൾ +-. അപ്പൊ എത്രയാണ്? -18. -18 ഈസ് ദി ആൻസർ. ഓക്കെ എവരിവൺ. ഇനി അതേപോലെ ഏഴാമത്തെയാണ് ഭീകരമായ ക്വസ്റ്റ്യൻ. അതിഭീകരമായ ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അത് സോൾവ് ചെയ്യും. ലിസൺ ചെയ്യാം. സാറ് വടി എടുത്ത് അടിക്കുമെന്ന് ആരോ ചോദിക്കുന്നു. ഞാൻ വടിയൊന്നും എടുത്ത് അടിക്കത്തില്ല. ഞാൻ അത്രയും ക്രൂരനൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞതല്ല. ഇനി -3 -7 -10 അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ -3 ഞാൻ അതേപോലെ എഴുതി. -3. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം, പ്രശ്നക്കാരൻ വന്നു. -7 ഞാൻ എങ്ങനെ എഴുതും? -7 plus -7. ഇനി -10 ഞാൻ എങ്ങനെ എഴുതും? -10 plus -10. അപ്പോൾ ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ ആയോ? ആയില്ലേ? യെസ് ഓർ നോ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ ആയി. അപ്പോൾ എന്താ? -7 plus -3 plus -10 എന്താ? -20. ആഡ് ചെയ്യാൻ മാത്രം പാടില്ല, ആഡീഷനുകൾ നിങ്ങൾ ചെയ്യണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ -4 അതേപോലെ എഴുതി. ഇനി എന്തല്ലേ മക്കളെ? -9 ഞാൻ +-9 ആക്കി. ഇനി -3 ഞാൻ എന്താക്കും? അത് +-3 ആക്കും. സോ വാട്ട് ഈസ് യുവർ ആൻസർ? -16. ഇനി അതേപോലെ -10 ഞാൻ അതേപോലെ എഴുതി. ഇനി -5 ഞാൻ എങ്ങനെ എഴുതും? +-5. -4 ഞാൻ എങ്ങനെ എഴുതും? -4 +-4. So that is equal to what you have? -19. Okay. തെറ്റ് എവിടെയെങ്കിലും ഇല്ലല്ലോ? അല്ലേ മക്കളെ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇടൂ. ഷഹദ തംസപ്പ് ഇട്ടു. ഒരു തംസപ്പ് ആയുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ഉറങ്ങാണോ? ആകെ ക്ലാസ് ഷഹദ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ കേട്ടോ. നൈന, മെഹറിൻ, താങ്ക് യു. ബാക്കിയുള്ളവർ എന്ത് മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? എന്നല്ല എനിക്ക് പഠിപ്പിക്കാൻ ഒരു എനർജി വരത്തുള്ളൂ. ഫാത്തിമ ഓക്കെ തംസപ്പ് ഇട്ടു. ജൂലിയ തംസപ്പ് ഇട്ടു. ഓക്കെ. അഭിരാം തംസപ്പ് ഇട്ടു. ഓക്കെ താങ്ക് യു. വിഷ്ണു മാസം വിഷ്ണു 10-12 തംസപ്പ് ഉണ്ട്. ഓക്കെ വിഷ്ണു. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ. പണ്ട് ഞങ്ങൾ ഇപ്പൊ തംസപ്പിലാണ്. -3 ഞാൻ എഴുതി. -3 -9 ഞാൻ എങ്ങനെ എഴുതി? -9 +-9. -7 എങ്ങനെ എഴുതി? -7 +-7. അപ്പൊ എത്ര മക്കളെ? -19 അല്ലേ? താങ്ക് യു ആൽഫ. താങ്ക് യു. മാസ തംസപ്പ്. ഓക്കെ ശരി. ഓക്കെ. ഇനി -15 എഴുതി. -15. ഇനി -8 ഞാൻ +-8 ആക്കി. -9 എഴുതി. +-9. ഒരു സാറിന്റെ വിജയം പറയുന്നത് എന്താ പറയുക? ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം. ഒരു സാറിന്റെ വിജയം എന്ന് പറയുന്നത് അവരുടെ സ്റ്റുഡൻസ് പറയുന്നു, സാർ എനിക്ക് മനസ്സിലായെന്ന്. അതാണ് ഒരു സാറിന് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള ഒരു പ്രചോദനം പഠിപ്പിക്കാൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ പ്രചോദനമാണ് നിങ്ങൾ എനിക്ക് തരുന്നത് കേട്ടോ. താങ്ക് യു. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് യു ഹാവ്? -32. -7 അല്ലേ? -7
എന്തല്ലേ -3 എനിക്ക് എങ്ങനെ എഴുതാം +-3 -4 ഒക്കെ എങ്ങനെ എഴുതാം +-4 അപ്പൊ എത്ര മക്കളെ -14. ഇനി -8 എഴുതി -9 +-9 ഇനി അതേപോലെ -7 ഒക്കെ എഴുതാം +-7 എങ്ങനെയാ എത്ര മറന്നു 24 അല്ലേ -24 and -7 -8 എനിക്ക് എങ്ങനെ എഴുതാം -8 + -8 -3 എനിക്ക് എങ്ങനെ എഴുതാം +-18 ഓക്കെ ഇനി -4 പ്ലസ് -3 + -10 എത്രയാ -17 ഇതാണ് ഓക്കെ ക്ലിയർ ആണ് എല്ലാവർക്കും ഓക്കെ അല്ലേ ഓക്കെ എവ്രി വൺ യെസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഞാൻ PDF ഷെയർ ചെയ്യും ഓക്കെ ടുഡേസ് PDF നമ്മൾ ഇന്ന് എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ഒരു മണിക്കൂറിൽ 25 കുറവാണ് പക്ഷെ ഡോണ്ട് വറി